ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും നാളത്തേക്ക് പിരിഞ്ഞു. മണിപ്പൂർ GST ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പാർലമെന്റ് അംഗങ്ങൾ എല്ലായ്പ്പോഴും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ. നാവിക ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. ശംഖുമുഖത്ത് മറ്റന്നാൾ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയാവും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി 50,83,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദ്വിത ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് 9.5 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മണിപ്പൂർ GST ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പുകയിലയ്ക്ക് എക്സൈസ് തീരുവ ചുമത്തിക്കൊണ്ടുള്ള കേന്ദ്ര എക്സൈസ് നിയമ ഭേദഗതി, പാൻ മസാല, ഗുഡ്ക തുടങ്ങിയവയ്ക്ക് സെസ് ഏർപ്പെടുത്തുന്ന ബിൽ എന്നിവ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, DMK, തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. സഭാ നടപടികളുമായി സഹകരിക്കണം എന്ന സ്പീക്കറുടെ അഭ്യർത്ഥന പ്രതിപക്ഷം തള്ളിയതോടെ ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ നാളത്തേക്ക് പിരിയുകയായിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലും ഇന്ന് രൂക്ഷമായ പ്രതിഷേധമാണ് നടന്നത്. കോൺഗ്രസ്, DMK, തൃണമൂൽ ഉൾപ്പെടെ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. 2025-26 ഉപധനാഭ്യർത്ഥനകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി സഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. പാർലമെന്റ് അംഗങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും സഭയിലെ പെരുമാറ്റത്തിൽ അതിർത്തികൾ ലംഘിക്കുന്ന പ്രവണത ഉണ്ടാകരുതെന്നും രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ. രാജ്യസഭാ അധ്യക്ഷനെന്ന നിലയിൽ ആദ്യമായി സഭാ നടപടികൾക്ക് നേതൃത്വം വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ നയിക്കുന്നതിനുള്ള ഉന്നതമായ സംവിധാനമായാണ് ജനങ്ങൾ പാർലമെന്റിനെ കാണുന്നത്. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക എന്നതാണ് MPമാരുടെ കടമയെന്നും ശ്രീ CP രാധാകൃഷ്ണൻ പറഞ്ഞു. മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തരുതെന്നും വ്യത്യസ്ത വീക്ഷണങ്ങളോട് സഹിഷ്ണുത പുലർത്തണമെന്നും അദ്ദേഹം രാജ്യസഭാ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. We don't have any right to hurt the feelings of others. We must have tolerance for different views of others. The words spoken within this house shape the policies, guide the society and influence the well-being of crores of our Bharatvasis. സാധാരണ ചുറ്റുപാടിൽ നിന്നും ഉയർന്ന് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ശ്രീ CP രാധാകൃഷ്ണന്റെ ജീവിതാനുഭവങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതായി ആദ്യ ദിനത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ പരിഗണിക്കുന്ന നിഷ്പക്ഷനായ അധ്യക്ഷനായിരിക്കും അദ്ദേഹം എന്ന പ്രത്യാശ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പങ്കുവച്ചു. രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന 12 വ്യാജ സർവകലാശാലകൾ 2014 മുതൽ ഇതുവരെ അടച്ചുപൂട്ടിയതായി കേന്ദ്ര സർക്കാർ. നിലവിൽ പ്രവർത്തിക്കുന്ന 24 വ്യാജ സർവകലാശാലകൾ അടച്ചുപൂട്ടുന്നതിന് ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരോട് കേന്ദ്രവും UGCയും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത് മജുംദാർ ലോക്സഭയിൽ പറഞ്ഞു. നാവിക ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. ശംഖുമുഖത്ത് മറ്റന്നാൾ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയാവും. നാവികസേനാ മേധാവി ദിനേശ് K. ത്രിപാഠി ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും. പരിപാടിയുടെ സമ്പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് വൈകുന്നേരം ശംഖുമുഖത്ത് നടന്നു. ഇന്ത്യയുടെ അഭിമാനമായ INS വിക്രാന്ത് കൂടി എത്തിയതോടെ അഭ്യാസ പ്രകടനം കൂടുതൽ ആവേശകരമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. INS തൃശൂൽ, INS കൽക്കട്ട, INS തമൽ, INS ഇംഫാൽ എന്നിവയാണ് ഇന്നത്തെ റിഹേഴ്സലിൽ ശ്രദ്ധേയമായ നാവിക പടക്കപ്പലുകൾ. ബുധനാഴ്ച നടക്കുന്ന നാവിക ശക്തി പ്രകടനം വീക്ഷിക്കാൻ പൊതുജനങ്ങൾക്കും അവസരമുണ്ട്. പ്രത്യേക പാസ് ലഭിച്ചിട്ടുള്ളവർക്ക് നിർദ്ദിഷ്ട മേഖലയിലും മറ്റുള്ളവർക്ക് ശംഖുമുഖത്ത് അതിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് പ്രകടനം വീക്ഷിക്കാം. പരിപാടി വീക്ഷിക്കാനെത്തുന്നവർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പാർക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തി അവിടെ നിന്ന് പ്രത്യേകമായി ഏർപ്പെടുത്തുന്ന KSRTC ബസ് സർവീസുകൾ ഉപയോഗിക്കണമെന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹർജിക്കാർക്ക് വഖഫ് ട്രൈബ്യൂണലിനെ ഇക്കാര്യത്തിൽ സമീപിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള കാലാവധി ഈ മാസം 6-ന് അവസാനിക്കാനിരിക്കെയാണ് പരമോന്നത കോടതിയുടെ നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. ഓരോ വോട്ടും ഉറപ്പിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. റോഡ് ഷോകളും വാഹന റാലികളും കുടുംബ സംഗമങ്ങളുമായി പ്രചാരണ രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. പരമ്പരാഗത രീതിക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഇക്കുറി പ്രചാരണം. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജാഗരൂകമായി രംഗത്തുണ്ട്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-ന് നടക്കും. സംസ്ഥാനത്തെ 244 കേന്ദ്രങ്ങളിലായി 13-നാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ ഇതുവരെ 50,83 ലക്ഷത്തിലധികം എന്യൂമറേഷൻ ഫോമുകൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വോട്ടർമാരിൽ 99.72% ഫോം ലഭ്യമാക്കിയിട്ടുണ്ട്. 40 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നവംബർ 4 മുതലാണ് SIR രണ്ടാം ഘട്ടം ആരംഭിച്ചത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,29,81,217 വിതരണം ചെയ്ത മൊത്തം ഫോമുകളുടെ 82.52% ഇത്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ എന്ന പേരിൽ അറിയപ്പെടും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് ജനാധിപത്യ മനോഭാവത്തിലേക്കുള്ള മാറ്റമാണിതെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. This is an appropriate step to do away the colonial thoughts, mindset of our people. The Raj Bhavan, the name itself tells it has something to do with the Raj, that is British Raj. I hope the people of Kerala will appreciate that this is their property and not of any particular Raj. ബീഹാർ ഗവർണറായിരുന്ന കാലയളവിൽ 2022-ൽ ശ്രീ ആർലേക്കർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് രാജ്ഭവനുകളുടെയും രാജ് നിവാസുകളുടെയും പേര് ലോക് ഭവൻ, ലോക് നിവാസ് എന്നിങ്ങനെ മാറ്റിയത്. BSF സ്ഥാപക ദിനത്തിൽ അതിർത്തി സുരക്ഷാ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ BSF പ്രതിനിധാനം ചെയ്യുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദ്യുത ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് 9.5 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി മേഖലയിൽ ഇന്ത്യ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 2 നാവികസേനാ കപ്പലുകളും 3 വ്യോമസേനാ വിമാനങ്ങളും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സംയുക്ത ഓപ്പറേഷനിലൂടെ കുടുങ്ങിക്കിടക്കുന്ന 150ഓളം പേരെ രക്ഷിക്കാനായി. ശ്രീലങ്കയിൽ കുടുങ്ങിയ 2000-ലേറെ ഇന്ത്യക്കാരെ വ്യോമസേനാ വിമാനത്തിൽ രാജ്യത്ത് മടക്കിയെത്തിച്ചിരുന്നു. ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 334ആയി. 370ഓളം പേരെ കാണാതായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയുടേതാണ് ഉത്തരവ്. ശബരിമലയിൽ അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് ഈ മാസം 5-ന് ചേരുന്ന യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. നാളെ മുതൽ സദ്യ നൽകി തുടങ്ങാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. സീസൺ മുഴുവനും ഉച്ചയ്ക്ക് പുലാവ് നൽകാൻ കരാർ നൽകിയിരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യവും സദ്യയ്ക്ക് വേണ്ടിവരുന്ന അധിക സൌകര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ റായ്പൂരിൽ നടക്കും. റാഞ്ചിയിൽ നടന്ന ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും നാളത്തേക്ക് പിരിഞ്ഞു. മണിപ്പൂർ GST ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പാർലമെന്റ് അംഗങ്ങൾ എല്ലായ്പ്പോഴും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ. നാവിക ദിനാഘോഷങ്ങൾക്കൊരുങ്ങി തിരുവനന്തപുരം. ശംഖുമുഖത്ത് മറ്റന്നാൾ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാവും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി 50,83 ലക്ഷത്തിലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദ്യുത ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് 9.5 ടൺ അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.